ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ സുവർണ അക്ഷരങ്ങളാൽ രേഖപ്പെടുത്തേണ്ട ഒരു ദിവസം. രാജ്യം കാത്തിരുന്ന ആ വലിയ സ്വപ്നം ഒടുവിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായി, പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നമോ ഗ്രീൻ റെയിൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ അത്യാധുനിക പാസഞ്ചർ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് സ്റ്റേഷനിൽ നിന്നാണ് ചരിത്രപ്രസിദ്ധമായ തന്റെ ആദ്യ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. ജിന്ദിൽ നിന്നും സോണിപത് വരെയുള്ള 89 കിലോമീറ്റർ ദൂരമാണ് ഈ ട്രെയിൻ ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക. ഒരു ദിവസം 2 റൗണ്ട് ട്രിപ്പുകൾ വീതമായിരിക്കും ഈ റൂട്ടിൽ നമോ ഗ്രീൻ റെയിൽ ഓടുക. ഇതോടെ ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ ബ്രോഡ്ഗേജ് ഹൈഡ്രജൻ ട്രെയിൻ എന്ന വിസ്മയകരമായ റെക്കോർഡും ഇനി ഇന്ത്യക്ക്, നമ്മുടെ നമോ ഗ്രീൻ റെയിലിന് സ്വന്തം. എന്തുകൊണ്ടാണ് ഈ ഹൈഡ്രജൻ ട്രെയിൻ ഇത്രയധികം സവിശേഷതയുള്ളതാകുന്നത്? ഉത്തരം ലളിതമാണ്. ഇത് പൂർണ്ണമായും കാർബൺ രഹിതമാണ്. കൽക്കരിയും ഡീസലും ഉപയോഗിച്ച് പുക തുപ്പി ഓടിയിരുന്ന ട്രെയിനുകളിൽ നിന്ന് വൈദ്യുതിയിലേക്ക് മാറിയ ഇന്ത്യൻ റെയിൽവേയുടെ അടുത്ത വലിയ കുതിച്ചുചാട്ടമാണിത്. ഈ ട്രെയിൻ പുറന്തള്ളുന്നത് കറുത്ത പുകയല്ല, മറിച്ച് വെറും ജലബാഷ്പവും ശുദ്ധമായ വായുവും മാത്രമാണ്. ഹരിത ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾക്ക് ഈ പദ്ധതി വലിയൊരു ഊർജം പകരും. രാജ്യത്തിന്റെ വലിയൊരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ എക്സ് ഹാൻഡിലൂടെ കുറിച്ചു. ഈ ചരിത്ര നേട്ടത്തിന് പിന്നിൽ രാപ്പകലില്ലാതെ പ്രവർത്തിച്ച ഇന്ത്യൻ റെയിൽവേയിലെ മിടുക്കരായ എഞ്ചിനീയർമാരെയും ജീവനക്കാരെയും അദ്ദേഹം പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു. മലിനീകരണമില്ലാത്ത വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള വികസന മാതൃകയാണ് നമോ ഗ്രീൻ റെയിലിലൂടെ ഇന്ത്യ ലോകത്തിന് മുന്നിൽ കാണിച്ചു തരുന്നത്. വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ മറ്റ് പ്രധാന റൂട്ടുകളിലേക്കും ഈ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് വ്യാപിപ്പിക്കാനാണ് റെയിൽവേ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഈ അത്യാധുനിക പാസഞ്ചർ ട്രെയിൻ കേവലം ഒരു യാത്രാ സംവിധാനം മാത്രമല്ല, മറിച്ച് വരും തലമുറയ്ക്കുള്ള ഇന്ത്യയുടെ വലിയൊരു സന്ദേശം കൂടിയാണ്. ഹരിയാനയിലെ ജിന്ദിൽ നിന്നും സോണിപത് വരെയുള്ള 89 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ട്രെയിൻ അതിന്റെ ആദ്യ ചരിത്രയാത്ര വിജയകരമായി പൂർത്തിയാക്കിയത്. ഈ പദ്ധതിയിലൂടെ ആഗോളതലത്തിൽ തന്നെ ഇന്ത്യ തങ്ങളുടെ സാങ്കേതിക കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. പൂർണ്ണമായും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി തദ്ദേശീയമായാണ് ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിദേശ സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കാതെ രാജ്യത്തെ മികച്ച എഞ്ചിനീയർമാരുടെ മാസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെ ഫലമാണിത്. ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ എഞ്ചിൻ അന്തരീക്ഷത്തിലേക്ക് യാതൊരുവിധ ദോഷകരമായ വാതകങ്ങളും പുറന്തള്ളുന്നില്ല. കറുത്ത പുകയ്ക്ക് പകരം വെറും ജലബാഷ്പവും ശുദ്ധമായ വായുവും മാത്രമാണ് പുറത്തുവിടുന്നത്. ഇനി ഈ ട്രെയിനിന്റെ സർവീസ് രീതികളെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് ഇത് എങ്ങനെ പ്രയോജനപ്പെടും എന്നതിനെക്കുറിച്ചും പരിശോധിക്കാം. ആദ്യഘട്ടത്തിൽ ജിന്ദ് സോണിപത് റൂട്ടിൽ പ്രതിദിനം 2 റൗണ്ട് ട്രിപ്പുകൾ വീതമായിരിക്കും നമോ ഗ്രീൻ ട്രെയിൻ നടത്തുക. യാത്രക്കാരുടെ സുരക്ഷയ്ക്കും ആശ്വാസത്തിനും മുൻഗണന നൽകിക്കൊണ്ടാണ് ഇതിന്റെ ഉൾവശം ഒരുക്കിയിരിക്കുന്നത്. പൂർണ്ണമായും ശീതീകരിച്ച കോച്ചുകൾ, ബയോ ടോയ്ലറ്റുകൾ, യാത്രാവിവരങ്ങൾ തത്സമയം നൽകുന്ന ഡിജിറ്റൽ ഡിസ്പ്ലേകൾ, സുരക്ഷയ്ക്കായി CCTV ക്യാമറകൾ എന്നിവ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. സാധാരണക്കാർക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ പരിസ്ഥിതി സൗഹൃദ യാത്ര ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പാസഞ്ചർ സർവീസ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള ആഗോള പോരാട്ടത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ചുവടുവയ്പായി ഈ പദ്ധതിയെ വിലയിരുത്താം. 2030ഓടെ ഇന്ത്യൻ റെയിൽവേയെ പൂർണ്ണമായും നെറ്റ് സീറോ അഥവാ 0 കാർബൺ മലിനീകരണമുള്ള സ്ഥാപനമാക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് രാജ്യം നീങ്ങുന്നത്. നിലവിൽ ഇന്ത്യൻ റെയിൽവേ പ്രതിവർഷം കോടിക്കണക്കിന് രൂപയാണ് ഡീസലിനായി ചെലവഴിക്കുന്നത്. ഹൈഡ്രജൻ ട്രെയിനുകളുടെ വ്യാപനത്തോടെ ഇന്ധന ഇറക്കുമതിക്കായി വിദേശത്തേക്ക് ഒഴുകുന്ന വലിയൊരു തുക രാജ്യത്തിന് ലാഭിക്കാൻ സാധിക്കും. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും ഹരിത ഊർജ്ജ വിപ്ലവത്തിനും വലിയൊരു അടിത്തറയായി മാറും. ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പിന്നണിയിൽ പ്രവർത്തിച്ച റെയിൽവേയിലെ എല്ലാ ജീവനക്കാരെയും എഞ്ചിനീയർമാരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. തീർച്ചയായും നമോ ഗ്രീൻ റെയിൽ എന്നത് കേവലം ഒരു ട്രെയിൻ സർവീസ് മാത്രമല്ല, അത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ കൈവരിച്ച സ്വയം പര്യാപ്തതയുടെയും വികസനത്തിന്റെയും പ്രതീകമാണ്. വരും വർഷങ്ങളിൽ രാജ്യത്തെ കൂടുതൽ റൂട്ടുകളിലേക്ക് ഈ സാങ്കേതിക വിദ്യ വ്യാപിപ്പിക്കാൻ റെയിൽവേ മന്ത്രാലയം ഇതിനകം തന്നെ പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞു. ഹരിതഭാവിയിലേക്കുള്ള ഇന്ത്യയുടെ ഈ കുതിച്ചുചാട്ടം ലോകത്തിന് തന്നെ മാതൃകയാണ്.